സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഒരുങ്ങി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. എല്ലാ സർവകലാശാലകളിലും ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കാനാണ് ഗവർണർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത്. ഗവർണർ സമാന്തര ഭരണം നടത്താൻ ഉദ്ദേശിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വിദ്വേഷമുണ്ടാക്കുന്നതാണെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമാണിതെന്നും വിമർശനമുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും രാജ്ഭവൻ ഇറക്കിയ സർക്കുലറിലുണ്ട്. വിഭജനകാലത്ത് ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വന്ന വേദനകളും ദുരിതങ്ങളും അനുസ്മരിക്കുന്ന സെമിനാറുകളും മറ്റും നടത്താനും നിർദ്ദേശമുണ്ട്. ഓരോ സർവകലാശാലയും എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് നൽകാനും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. വിഭജനത്തിന്റെ ഒരു ദിനം ആചരിക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. ഏത് വിഭജനമാണെന്ന് അറിയില്ല. RSS വിഭജനത്തിന്റെ വക്താക്കളാണല്ലോ. അതിനെ ഓർമ്മിച്ചിട്ടായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ 2022-ലും UGC ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മിക്ക സർവകലാശാലകളിലും പരിപാടി നടത്തിയിരുന്നില്ല. മീഡിയ 1 തിരുവനന്തപുരം.